ശ്രീ പഴകുളം മധു, ഇത് നവീൻ ബാബുവിന്റെ ഭാര്യയുടെയോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളുടെയോ അദ്ദേഹത്തിന്റെ സഹോദരനോ മാത്രം വേദന ആയിരുന്നില്ലല്ലോ. അത് കേരളത്തിനൊന്നാകെ വേദനയായിരുന്നു. കേരളത്തിനൊന്നാകെ മനസാക്ഷിയെ വേദനിപ്പിച്ചതാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഓരോ ആശങ്കയും രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ ഒന്നാകെയുള്ള ആശങ്കയാണ്. അപ്പോൾ അതിന് CBI അന്വേഷണം അവരുടെ ആവശ്യമായിരുന്നു. അത് കോടതി ഒരു ഘട്ടത്തിൽ നിരാകരിച്ചതാണ്. എങ്കിൽ കൂടിയും സർക്കാർ അതിനനുമതി നൽകുന്ന സാഹചര്യം എന്താണ്? അത് ആ കുടുംബത്തിന് നൽകുന്ന പ്രതീക്ഷ എത്രത്തോളം വലുതാണ്? ശ്രീ പഴകുളം മധു. 2024 നവീൻ ബാബു ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞ ആ ദിവസം മുതൽ ഇതൊരു ആത്മഹത്യ ആണ് എന്ന ശക്തമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റും പോലീസും CPM-ന്റെ ഉന്നത നേതാക്കന്മാരും സ്വീകരിച്ചത്. അവര് ഒരു ADM-നെ പോലെ ഒരാൾക്ക് ഇത്തരം ദുരൂഹമായ സാഹചര്യത്തിൽ മരണമുണ്ടാകുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനുള്ള പ്രാഥമികമായ ബാധ്യത ഉണ്ടായിരുന്ന പോലീസിനെ അതിന് അനുവദിക്കാത്ത ഒരു സമീപനം CPM പാർട്ടി നേതൃത്വം സ്വീകരിച്ചു. PP ദിവ്യ കണ്ണൂരിലെ അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവരെ പാർട്ടിയിലെ പ്രമുഖയാണ്. അപ്പൊ അവർ മാത്രമായിരിക്കില്ല ഈ കേസിലെ പ്രതി. അന്നൊരു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വത്തിനുള്ള അതിലെ പങ്ക് അതുകൂടി അന്വേഷിക്കണം എന്ന ശക്തമായ ആവശ്യം ഉയർന്നു വന്നിരുന്നു. കുടുംബം തുടക്കം മുതൽ ഒരു CBI എൻക്വയറി ആവശ്യപ്പെട്ടു. കാരണം ഗവൺമെന്റിലെ ഉന്നതന്മാർക്ക് പലർക്കും ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്കൊപ്പം നിൽക്കാത്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായ സഹയാത്രികനായ നവീൻ ബാബുവിനുണ്ടായിട്ടുള്ള ഈ ദാരുണമായ സംഭവത്തിൽ പോലും പോലീസും സർക്കാരും പാർട്ടിയും ഞങ്ങൾക്കൊപ്പം നിൽക്കാത്തത് ഇതിൽ സംശയം ഉളവാക്കുന്നതാണെന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചത്. അതാണ് കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിച്ചത്. ഇന്നും താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഒരു വലിയ വേദനയാണ്. കേരളത്തിലെ ജനങ്ങളെ എമ്പാടും വല്ലാതെ സങ്കടപ്പെടുത്തിയ സംഭവമാണ് നവീൻ ബാബുവിന്റെ മരണം. അതൊരു കൊലപാതകമാണെന്ന് ഇന്നും കേരളം ഒന്നടങ്കം വിശ്വസിക്കുന്നു. കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിണറായി സർക്കാർ അവർക്ക് പരിശ്രമിക്കാവുന്ന എല്ലാ പരിശ്രമവും നടത്തി. അല്ല, നമ്മളത് വെറുതെ ആരോപണം എന്നതിനപ്പുറം ഈ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് അതിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടി പ്രവീൺ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചു. അതിൽ 4 കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. അതിനുശേഷമാണ് നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രശാന്തന്റെ ബാങ്ക് വിവരങ്ങൾ, കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച പണം വായ്പ എടുത്തതിന്റെ രേഖ, ADM-ന്റെ കോട്ടേഴ്സ് നടത്തിയ CCTV-യുടെ പൂർണ്ണ ദൃശ്യങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ്? അതിനുശേഷമാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കേവലം ഒരു ഗൃഹനാഥൻ നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വേദന എന്നതിനപ്പുറം കൃത്യമായ ചില കാര്യങ്ങളുണ്ട് എന്നല്ലേ അതടക്കം വ്യക്തമാക്കുന്നത്? ശ്രീ പഴകുളം മധു. തീർച്ചയായിട്ടും CPM-ലെ കണ്ണൂരിലെ ഉന്നത നേതൃത്വത്തിന് ഇതിൽ അറിവുണ്ട്, അല്ലെങ്കിൽ പങ്കുണ്ട്. ഇത് രണ്ടും ഉറപ്പാണ്. PP ദിവ്യ എന്ന ഒരു ഏക വ്യക്തിയിലേക്ക് മാത്രം അന്വേഷണത്തെ ഒതുക്കാൻ ഗവൺമെന്റ് പരിശ്രമിച്ചതും ഉന്നതരിലേക്ക് കേസ് നീളും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഉന്നതരിലേക്ക് പോകുമ്പോഴാണല്ലോ CPM എല്ലാ കാലത്തും ഇത്തരം ക്രിമിനൽ പ്രവർത്തികളെ അമക്കി വെക്കാൻ ഒതുക്കാൻ ശ്രമിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധവും ഇതോടെ സംഭവം ഉണ്ടായത്. അതിലും ഗൂഢാലോചന പൂർണ്ണമായും വെളിയിൽ വന്നിട്ടില്ല. അപ്പൊ ഈ സംഭവത്തിൽ അത് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ജനങ്ങളുടെ സംശയത്തിനെ ബലപ്പെടുത്തുന്നതാണ് CPM-ഉം സർക്കാരും ഇക്കാലം അത്രയും സ്വീകരിച്ച നിലപാടുകൾ വ്യക്തമാക്കുന്നത്. കുടുംബം സ്വമേധയാ കോടതിയിൽ പോയി. കോടതിയിലും ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് ഇതൊരു CBI എൻക്വയറിക്ക് സ്കോപ്പുള്ള കേസേ അല്ല. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. അല്ല എന്ന് കുടുംബം പറയുന്നു, ആണ് എന്ന് സർക്കാർ പറയുന്നു. സർക്കാർ അതിൽ ആണയിട്ട് പറയുന്നു. അതിൽ അവരെ ബലം പ്രയോഗിച്ച് CBI എൻക്വയറിയെ തടയാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി. ഈ സാഹചര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഈ കേസിൽ ഒരു വ്യക്തി മാത്രമല്ല പ്രതി, പല ആൾക്കാരും ഇനി കുടുങ്ങാനുണ്ട്. അതൊരു സ്വതന്ത്രമായ അന്വേഷണത്തിൽ കൂടി മാത്രമേ അത് തെളിയുകയുള്ളൂ. അതിന് CBI പോലെ ഏജൻസി വരണം. CBI സത്യസന്ധമായി അന്വേഷിച്ചാൽ ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ കൊലപാതകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും പുറത്തു വരേണ്ടി വരും. എല്ലാവർക്കും നിയമത്തിന്റെ വിധിക്ക് കീഴ്പ്പെടേണ്ടി വരുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.